ജീവിതത്തിൽ ലിപ്സ്റ്റിക് എത്രത്തോളം മുഖ്യമായ ഘടകമാണെന്ന്. ഇതാണ് നേരത്തെ പറഞ്ഞ കല്ലറകൾ. നമ്മളെ പാക്കേജിൽ റൂമൊന്നും മോശം വരുത്തിയിട്ടില്ല. മോഡസ്റ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് പോണാണ് എന്ത് ഭംഗിയാ നോക്ക്. ഇംഗ്ലീഷിന്റെ പോലെ ഇപ്പൊ അസർബൈജാൻ എന്നൊക്കെ എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ കുറെ അക്ഷരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും നമ്മളെ കറക്റ്റ് വേർഡ് അതുപോലെ അല്ല. Say something. Goodbye. Have a good trip and have a good time in Baku. Okay. Yes, thank you. Have a good trip and have a good time in Baku. Welcome. പറഞ്ഞത് എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. പോയോക്കാം. സംഭവം അസർബൈജാൻ ആയതുകൊണ്ട് ഇവരെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസർബൈജാനിയാണ് അല്ലേ? അല്ലേ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് മുമ്പത്തേരത്തി പറഞ്ഞതെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ഹലോ മൈ ഗൈസ്, ബാക്കി നാളെ സൂപ്പർ ആവാം. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, എത്ര മണിക്കൂർ ഇരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ? അവിടെ നിന്ന് ഒരു 4 ഇരുന്നു. പിന്നെ ഇവിടേക്ക് ഏകദേശം ഒരു 4-ൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. നേരെ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. പാസ്പോർട്ട് കൺട്രോൾ എന്നാണ് ഇവരെ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്. വേഗം ഇറങ്ങിയ വെള്ളം ഇറങ്ങിയാൽ കുടിക്കാല്ല വെള്ളമെങ്കിലും കിട്ടും. തൊണ്ട വയറിൽ ഇതാണ് നമ്മളെ അസർബൈജാൻ എയർപോർട്ട്. നല്ല പാമ്പിൻ്റെ പോലെ ഉണ്ട് മൊത്തത്തിൽ കാണാൻ. നല്ല വലിയ എയർപോർട്ട് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ റെൻ്റ് കാറിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ടൂർസ് ആൻഡ് എയർപോർട്ട് ഇൻഫോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എവിടെ എത്തി? അസർബൈജാനിലെത്തി. ഇപ്പോൾ ഇവർ നമ്മളെ ഒരു ഗ്രൂപ്പിലാണ്, ടൂർ മാക്സ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ ബസ്സിൽ കയറി. അത്യാവശ്യം കണ്ടാൽ നല്ല നോക്ക് തിരുമ്പി വരും. ആ ലിപ്സ്റ്റിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു. തിരുമ്പി വന്നിട്ട് ഒറിജിനൽ ഇൻഫ്ലുവൻസർ കാണുന്ന കുട്ടി ബസ്സാണ് ഞങ്ങൾ. ഇനി കുറച്ച് ദിവസത്തിനുള്ള നമ്മൾ ട്രാവലിംഗ് മെറ്റീരിയൽ. നല്ല അടിപൊളി ബസ്സാണ്. Tours will be good. You will enjoy your tours, and at this job, inshallah, Mr. TV also will help me. We are together with him. From Baku till borders to Russia and to Iran, 250 kilometers from Baku to Georgia. പെട്രോൾ പമ്പ് കണ്ടുകൊടുക്കുക. പെട്രോൾ പമ്പ് വളരെ ചെലവ് ചുരുക്കിയിട്ടുള്ള പെട്രോൾ പമ്പ്. ഇവിടെ പെട്രോളും സംഭവങ്ങളൊക്കെ കുറേ ഉള്ളതുകൊണ്ടായിരിക്കും
പെട്രോളിന് വലിയ വിലയൊന്നുമില്ല. നമ്മളിവിടുത്തെ പോലെ ആർഭാടങ്ങളൊന്നും ഇതിൽ കാണാനില്ല, ഇവരെ പമ്പുകളിലും കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ അടുത്തടുത്ത് ഉണ്ടാവുമായിരിക്കും ഇതേപോലുള്ള പെട്രോൾ പമ്പുകൾ. ഇവർ ഇവിടെ തന്നെ കുഴിച്ചെടുക്കണു, ഇവിടെ തന്നെ വിൽക്കണു. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അസർബൈജാൻ എന്താണ്? ലാൻഡ് ഓഫ് ഫയർ. ലാൻഡ് ഓഫ് ഫയർ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെ ഡോളറാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഡോളർ മാറ്റിയിട്ട് നമ്മൾ ഇവിടുത്തെ മണിയായ മന്നത്ത് ആക്കുകയാണ്. ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് 50 മന്നത്താണ് അല്ലേ? 48 or 50. ആ, അപ്പോൾ നോക്കട്ടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. For the Formula 1, some main roads are closed. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ പുറത്തെല്ലായിടത്തും നല്ല പുല്ലുകളും നല്ല അടിപൊളിയായിട്ടുള്ള ഒരേപോലെ വെട്ടി വളർത്തിയ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നോക്കിയാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. Petrol country, we export our petrol to Europe countries also, to Europe by Turkey, Georgia, and from Turkey export to Europe. എല്ലാ ടാക്സും നല്ല അടിപൊളി ടാക്സുകളാണ്. നല്ല നല്ല നമ്മളോട് വില കൂടിയ വണ്ടികൾ. gas industry. One barrel petrol is $90 today at World Bazaar. മക്കളെ അടുത്തതായിട്ട് ഫുഡ് അടിയാണ് നമ്മളെ മെയിൻ ഐറ്റം. ഈ പോണ അമ്മച്ചൊക്കെ നമ്മളെ ഒപ്പുള്ളതാണ്, പാവമ്മച്ചയാണ്. ഇത്രയും പ്രായമായിട്ടും ടൂറിന് വരുന്നുണ്ടല്ലോ. നമ്മൾ അസർബൈജാൻ വരുന്നതിൻ്റെ മുമ്പേ കൂടുതൽ അങ്ങനെ റെഫറൻസ് ആയിട്ട് യൂട്യൂബ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ, മുമ്പ് പോകുന്ന ആൾക്കാർക്ക്. പക്ഷെ നമ്മൾ പിന്നെ ഞാനെന്ന് കണ്ടൊരു വ്ളോഗ് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ അപർണ ജീവൻ്റെ വ്ളോഗായിരുന്നു. അതിൽ അപർണ ജീവനോട് പറയുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ പെണ്ണുങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിലോളിങ്ങനെ പെണ്ണുങ്ങളെ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ എന്ത് ഭംഗി അവരെ കാണാൻ. മറ്റേ എക്സാമ്പിൾ വേണമെങ്കിൽ ഇതാ കാണുന്നുണ്ട് അവിടെ കിട്ടും, വണ്ടിയുടെ ഉള്ളിലാണ്. അതൊന്നല്ലേ, എയർപോർട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു നല്ല ഹിജാബൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയുള്ള കുറേ പെണ്ണുങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെന്നെ ഇങ്ങനെ അത്ര അടുത്തുണ്ടാ മതി, നമ്മളെന്നെ ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ വാ പൊളിച്ച് നിന്നോ. അപ്പം പിന്നെ ആ ആളുകൾ നോക്കണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം. നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ്. നല്ല അടിപൊളി ഹോട്ടല്, നല്ല അടിപൊളി ഫുഡ്, നല്ല ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പേര് പ്രീമിയർ ഹോട്ടൽ പാലസ്. എന്താ പ്രീമിയർ പാലസ് എന്നാണ്. നല്ല ടൗണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റാണ്, നല്ല ക്ലീനാണ്. മറ്റേ ഇങ്ങനെ ടൗൺ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരു പേപ്പർ പൊടി ഒന്നുമില്ല, എല്ലാം അതും നീറ്റായിട്ട് ഭയങ്കര. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ കാര്യം ഉണ്ടല്ലോ, ടാക്സി എല്ലാ വണ്ടികളും നല്ല അടിപൊളി വണ്ടികൾ. ഇപ്പം ബെൻസൊക്കെ ക്ലാസിക് ബെൻസൊക്കെ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്, കുറേ അങ്ങനത്തെ വണ്ടി. പിന്നെ ടൊയോട്ടൻ്റെ വണ്ടികൾ കൂടുതൽ വണ്ടികളൊക്കെ ഉണ്ടോ. മൊത്തത്തിൽ സെറ്റാണ്, അടിപൊളിയാണ്. പിന്നെ വന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളോട് ചെക്കന്മാരെ ചൊറുക്കുണ്ടാവും. ചെക്കന്മാർ രസമുണ്ട്, പക്ഷേ എന്തോ ഒരു പ്രത്യേകത പെണ്ണുങ്ങൾക്കുണ്ട്. അതുണ്ട്. ഞാൻ പെണ്ണുങ്ങളെ കൂടുതൽ കാണിക്കാം. ഞാൻ നോക്കാതിരിക്കുമ്പോൾ നോക്കിക്കോ, അതിന് പ്രശ്നമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലിപ്സ്റ്റിക് എത്രത്തോളം മുഖ്യമായ ഘടകമാണെന്ന് പല ആണുങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളമില്ലാതെ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം, പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലാതെ നമുക്കുണ്ടോ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഒരു ചർമ്മം ഒരു സാധനം ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ മതി, ബ്യൂട്ടി എന്ന് പറയുന്നത് അത് കാണുന്ന ആൾക്കാർ പറയേണ്ടത്. എന്താ പ്രശ്നം നോക്കാം ഗൈസ്, നമ്മള് ഇത്ര അടുത്തേക്ക് വരില്ലേ, അല്ലെങ്കിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് എന്തോ ആവണം. നമ്മൾ അസർബൈജാനെ കുറിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ മെയിൻ എന്താണെന്ന് വെച്ചാൽ
ഇതാദ്യം സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു 1918 വരെ. പിന്നെ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് സ്റ്റോപ്പ് മോഡസ്റ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് പോണാണ്. എന്ത് ഭംഗിയാ നോക്ക്. ഓ കുട്ടി ബസ് കണ്ടില്ലേ? Building, two glass building. First building is metro station. This is metro station, and next. നമ്മളെ പാക്കേജിൽ റൂമൊന്നും മോശം വരുത്തിയിട്ടില്ല. ഫെബി പിന്നെ റൂം നല്ലതാണോ നോക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അതല്ല ഇത് കണ്ണാടി വേണം, വലിയ കണ്ണാടി വേണം. കൊള്ളാം. ഇന്ന് നമ്മളുള്ളത് നമ്മളെ റൂമിലാണ്. ഏത് റൂമിൽ? എവിടുത്തെ റൂമിൽ? അതായത് എന്താ ഈ സ്ഥലത്തിന് പറയാ? ബാക്കു. അസർബൈജാനിലെ ബാക്കു. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അസർബൈജാനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഇവിടെ മെയിൻ ടൗൺ ആയിട്ടുള്ള ബാക്കുവിൽ ഒരു അത്യാവശ്യം നല്ല അടിപൊളി ഒരു വിന്ത പേര് ഞാൻ പോയി നോക്കി. WYN അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മളെ ഈ ഹോട്ടലിൽ വന്നു. നല്ല റൂമാണ്. റൂമിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് പോകണം. എവിടെയാണ് സ്ഥലം പറഞ്ഞത്? നമ്മൾ ബാക്കു സിറ്റി ടൂറിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിക്ക് താഴത്തെത്താനാണ് അവർ പറഞ്ഞത്. 6 മണിക്ക് പോയിട്ട് എന്ത് കാണാനാണെന്നതിനെ കുറിച്ച് വലിയൊരു ഐഡിയ അല്ല. ചിലപ്പോൾ അത് നൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസർബൈജാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലും കുറേ നേരമായി അസർബൈജാനെ കുറിച്ച് വടക്ക് പടിഞ്ഞാറ് ഏഷ്യയിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ് എന്ത് അസർബൈജാൻ. ഇത് ഹിസ്റ്ററി പഠിക്കാത്തവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയൂല. അതാണ് അസർബൈജാൻ. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അസർബൈജാൻ ആദ്യം സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നു. പിന്നീട് 1990കൾക്കൊക്കെ ശേഷമാണ് സ്വതന്ത്രമായപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ക്യാപിറ്റലാണ് ഇത് ബക്കു. നമ്മളിപ്പോൾ അവിടെയാണ് ഉള്ളത്. പിന്നെ അസർബൈജാനി എന്നാണ് അതാണ് ഓരോ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ പോന്നപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞു ടർക്കി ആണ് ഓരോ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആ ഭാഷയാണ് സംസാരിക്കുന്നത് കൂടുതലും പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിന്റെ പോലെ ഇപ്പൊ അസർബൈജാൻ എന്നൊക്കെ എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ കുറെ അക്ഷരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും നമ്മളെ കറക്റ്റ് വേർഡ് അതുപോലെ അല്ല. ഈ ഒക്കെ ഇടുന്നത് ഇപ്പൊ ഈ നമ്മൾ തല തിരിഞ്ഞിട്ടാണ് ഈ ഒക്കെ ഇടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ പ്രൊനൗൺസിയേഷൻ അതേപോലെ തന്നെ ചിലതും നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ ഗൈഡ് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് തനിച്ച് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗൈഡിനെ ഇംഗ്ലീഷ് ഒരു പൊടി പോലും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെയാണ് അത് മെയിനായിട്ട് ആദ്യം തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഒരു ഒത്തിരി പോലും അറിയില്ല. പിന്നെ അസർബൈജാൻ ഒരു മുസ്ലിം രാജ്യമാണ്. മുസ്ലിങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. 90% മുസ്ലിംസ്, 99% മുസ്ലിംസ് അങ്ങനെ പറയാം. കുറച്ച് മാത്രം ക്രിസ്ത്യനും, അതിലും വളരെ കുറച്ച് മാത്രമേ ഹിന്ദുസ് ഉള്ളൂ. ഹിന്ദുസ് എന്ന് പറയാൻ ഒട്ടുമില്ല എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ ഈ ആചാരങ്ങളും അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാം. നമ്മൾ വന്നപ്പോൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ പ്ലേസസ്. ഒന്നുകൂടി ഞങ്ങൾ വിശദമായിട്ട് ആ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഏകദേശം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഈ അസർബൈജാൻ നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിരുന്നു. അപ്പം തന്നെ പറഞ്ഞിരുന്നു ഈ മിഡീവൽ വേൾഡിലുള്ള മുസ്ലിം ഭരണകാലത്തെ എല്ലാ ഓല ആർക്കിടെക്ചർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ കൊണ്ടുപോകാൻ ഇവിടെയുള്ള ഭരണാധികാരികളും ആൾക്കാരൊക്കെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് കണ്ടപ്പോൾ അതേപോലെയൊക്കെ തോന്നി. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ക്ലീൻ സിറ്റിയാണ് എല്ലാം. ഒരു പൊടി പോലും ഇല്ല. ഒരു പേപ്പർ കഷ്ണം, ഒരു സിഗരറ്റ് കുറ്റിയോ അങ്ങനെ ഒരു സാധനം പോലും റോട്ടിലില്ല. ഡെയിലി അടിച്ച് വൃത്തിയാക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഏതെങ്കിലും ഗ്യാപ്പുകൾ, ചെറിയ ഗ്യാപ്പുകളൊക്കെ കണ്ട് അവിടെയൊക്കെ പുല്ലും ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു രാജ്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഇതിന്റെ അയൽ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ജോർജിയ, റഷ്യ, അർമേനിയ ഇതൊക്കെയാണ്. അപ്പോൾ ഈ യൂറോപ്യൻ സൈഡാണല്ലോ. അപ്പം എന്താണ് ആ ഒരു കൾച്ചർ എന്തായാലും ഉണ്ടായിരിക്കും. ഈ വൃത്തിന്റെ കാര്യത്തിലും നീറ്റ്നെസ് എല്ലാം ആ ഒരു സംഭവം എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെന്താ നമ്മളെ റൂമിന്റെ ബാക്ക് സൈഡാണിത്. എത്ര ട്രാഫിക് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും ഇവിടെ ഹോൺ അടിയില്ല. അത് ശ്രദ്ധിച്ചോ? അതുണ്ടല്ലേ. എത്ര ആർക്കും ആണെങ്കിലും വെയിറ്റ് ചെയ്യാൻ ആരും റെഡിയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ ഹോൺ അടിച്ച്
എന്താ പറയുക വെറുപ്പിക്കൂല, അതില്ല. ഞങ്ങളുടെ റൂമിൽ നല്ല അടിപൊളി വ്യൂ ആണ്. അതന്നെ ഒരു പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പത്തെ ഒരു ഔട്ട്ഫിറ്റ് അല്ല രസമുണ്ട്, ഗ്രീനും വൈറ്റും നല്ല കോമ്പിനേഷൻ. ആസ് യൂഷ്വൽ നല്ല വൃത്തിയുള്ള നമ്മളിവിടെ കാണാത്ത അങ്ങനത്തെ ലിഫ്റ്റ് കേട്ടോ. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കറങ്ങണില്ലേ? നമ്മൾ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേപോലെ ഇതുണ്ടോ? എന്താ അടിപൊളിയായിട്ട് വണ്ടികൾ പോണേ. അത് നല്ല നല്ല വണ്ടികൾ നോക്കി നോക്ക്. ഇതൊക്കെ ടാക്സികൾ വരെ നല്ല വണ്ടികളാട്ടോ ഇവിടെ. പിന്നെ ഇവിടുത്തെ റോഡിന് തന്നെ ഒരു പ്രത്യേകത, നമ്മുടെ ടാറിൻ്റെ ഒരു മെറ്റീരിയൽ പോലെയല്ല, ഒരു വെള്ളാരം കല്ല് ഒക്കെ വെച്ചിട്ട് ചെയ്ത പോലുള്ളൊരു കളറ് കാണുന്നുണ്ട്. Now it's lighting because of every day after getting that. ഇതാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് എന്താ പറയുക ഒരു സംഭവം, ഫ്ലെയിം ടവർ എന്ന് പറയും. അപ്പം കണ്ടാൽ തന്നെ അറിയും, ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ രാത്രി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. തീനാളത്തിന്റെ കളറാണ്, തീ കത്തണ പോലുള്ള സെറ്റപ്പാണ് അവർ ചെയ്തിട്ടുള്ളത്. പൊതുവേ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് പറയണത് ഈ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നതാക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു പറയണത് റെസിഡൻസും ഉണ്ട്, ആൾക്കാർ താമസിക്കണ കുറച്ച് ഏരിയ ഉണ്ട്, അല്ലാതെ ഹോട്ടലായിട്ടുള്ള വേറെ ഇതുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് വേറെ ഒരു സംഭവം അതേമാതിരി പള്ളിയാണ്, ഇപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ. ആ തീനാളം കണ്ടോ, അതൊരിക്കലും കെടൂല, അത് അണയാതെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതെന്തിൻ്റെ പ്രതീകം വെച്ചാൽ ഇവിടെ ഒരു പ്രാവശ്യം വാറുണ്ടായപ്പോൾ, അതായത് യുദ്ധം നടന്നപ്പോൾ കുറേ ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ ഓരോ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഓരോ ജീവൻ ത്യാഗം ത്യജിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ആ ഒരു ഫയർ ആർക്കിന് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കെടാതെ കത്തിക്കൊണ്ടേയിരിക്കും. അത് അവിടെ വരുമ്പോൾ ആ മരണപ്പെട്ട ആൾക്കാരൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം എന്നാണ് ഇവർ പറയുന്നത്. അവരെ കല്ലറകളൊക്കെ ഇവിടെ ഉണ്ട്, ഫോട്ടോസ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല. പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ലാംഗ്വേജിലായതുകൊണ്ട് നമുക്ക് നേരെ വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇംഗ്ലീഷിനോട് ടച്ചൊക്കെ ഉണ്ട്. എന്താ സർദാർ അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. കുറേ ഉണ്ട് ഇവിടുന്ന്, ഇതാ അറ്റം വരെ ഉണ്ട്. ഇതാ അത്രയും ലെങ്ത്തിൽ ആ യുദ്ധത്തിൽ മരിച്ചവരാണ്. പീസ്ഫുൾ ആണ്, കാരണം ഒന്നാമത്തത് പൊതുവേ സൗണ്ട് ഇതും കുറവാണ് സിറ്റിയിൽ. ലൈറ്റിൻ്റെ അടിയിൽ നടന്നു. പിന്നെ ഞാൻ വെള്ളാട്ടിപ്പോക്കറമാരില്ലേ, ഇത് വെള്ളി കുഴപ്പമില്ല, പൊതുവേ സൗണ്ട് കുറവാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയയും കൂടി ആയപ്പോൾ എന്താണ് ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ലൊരു സമാധാനം. പിന്നെ ക്ലൈമറ്റും അടിപൊളിയാണ്, ചെറിയൊരു തണുപ്പുണ്ട്, നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റിയൊരു സമയം. കുറേ നടന്നു വരാനുണ്ട്, പക്ഷേ ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് ഇനി കാണാൻ പോണത്. വാ, ഇതാണ് പനോരമിക് സിറ്റി വ്യൂ അല്ലേ? ബാക്കു സിറ്റി മൊത്തം ഇവിടെ നിന്നാൽ കാണും.
മനസ്സിലായത് ഗൈസ്. ഇത് അസർബൈജാൻ്റെ കൊടി പിടിച്ച ഒരാൾ പാറിപ്പിക്കണതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. അപ്പോൾ ഇന്നത്തെ ഏകദേശം സിറ്റി ടൂറിൻ്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞു. ഇനി മെയിൻ സംഭവം എന്താ വെച്ചാൽ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരാളെ കൂടി ഒപ്പമല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അടിപൊളി സ്ഥലമാണ്, പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ ഉണ്ടെങ്കിലുള്ളൂ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ രണ്ടുപേരും സിംഗിൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തോടത്തുണ്ട്. അപ്പം ഇന്നത്തെ കഴിഞ്ഞു അല്ലേ? ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ ഇന്ത്യൻ ഫുഡ് ഉണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? അവിടുത്തെ ട്രഡീഷണൽ എന്താ പറയുക? ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനും ഉണ്ടാവും കാര്യമായിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ലൈഫ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം. ഇറങ്ങി 8 മന്നത്താണ് കാറിന് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ 8x50 അല്ലേ? അപ്പോൾ 5 40 400 രൂപ വണ്ടിക്കുണ്ടെങ്കിൽ നമുക്ക് കറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ, ഞങ്ങൾ ഇന്നലത്തെ ഉറക്ക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോയി കാണുന്നതായിരിക്കും നല്ലത്.